ഫുക്കറ്റ് യാത്രയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഷോപ്പിംഗ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. തായ്ലൻഡ് യാത്രയിൽ പട്ടായ പോലെ, ബാങ്കോക്ക് പോലെ, ക്രാബി പോലെ ജനപ്രിയമായ ഒരു പ്രവിശ്യയാണ് ഫുക്കറ്റ്. ഇവിടെ ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ സ്വാഭാവികമായും വില വളരെ അധികമായിരിക്കും. വിൻഡോ ഷോപ്പിംഗ് അല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിൽവ നൈറ്റ് മാർക്കറ്റ് ഇസ് എ ഡ്രീം പോയിന്റ് ഫോർ യു. മഴയത്ത് മൊബൈൽ നനയാതിരിക്കാനുള്ള ഈ മൊബൈൽ കവർ ഞാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് വെറും 20 രൂപയ്ക്കാണ്. എന്നാൽ ഇത് തായ്ലൻഡിൽ എത്തിയപ്പോൾ ഫീഫി ഐലൻഡിൽ അവർ 350 ബാത്താണ് ചോദിച്ചത്. അതായത് ഏകദേശം 920 ഇന്ത്യൻ രൂപ. ഇതേ സാധനം ചിൽവ മാർക്കറ്റിൽ 35 ബാത്തിന് വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ചിൽവയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഡ്രസ്, ഫുഡ്വെയർ, സുവനീറുകൾ, ടോയ്സ്, ബാഗ്സ്, പേഴ്സ്, വാച്ച്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പികൾ, ഫാൻസി ആഭരണങ്ങൾ തുടങ്ങി പലവിധ ഐറ്റംസ് ഷോപ്പ് ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ലഭ്യമല്ല. ഇതോടൊപ്പം തന്നെ ഫുഡ് സ്ട്രീറ്റ്, ഡൈനിങ് ഏരിയ, ലൈവ് മ്യൂസിക് ഷോ ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഷോപ്പിങ്ങിനിടെ മനസ്സുമടുത്ത് 2 പെഗടിച്ച് ഓൺ ആവണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ലൈവായി അക്വേറിയത്തിൽ നിന്ന് പിടിച്ച നീരാളി, ചെമ്മീൻ, മറ്റ് ക്രസ്റ്റേഷ്യൻസ് ഒക്കെ പൊരിച്ചും കറി വെച്ചും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഫുഡ് ഒഴികെ എന്തും ബാർഗെയിനിങ് ചെയ്ത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. സർവോപരി ഇവിടുത്തെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇവിടെയുള്ള ലൈറ്റിംഗ് ഇതിനൊരു മുതൽക്കൂട്ടാണ്. പിന്നെ പറയാൻ വിട്ടുപോയി, ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചവർക്ക് വേണമെങ്കിൽ ശരീരത്തിന് നവോന്മേഷം പകരാൻ മസാജ് പാർലറുകളും ഇവിടെയുണ്ട്. ഞങ്ങൾ 2 തവണയായി ഇവിടെ പോയിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ നടത്തിയ ഷോപ്പിങ്ങിലെ മെജോറിറ്റിയും ഇവിടെ നിന്നായിരുന്നു. ഫുക്കറ്റിൽ കണ്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ എല്ലാ കെട്ടിടങ്ങൾക്കും ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെയൊപ്പം നമ്മുടെ പൂജാമുറി പോലെ ഒരു കുഞ്ഞൻ അമ്പലം ഉണ്ടാകും. ഇവിടെ ചിൽവയിലുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ നിവേദ്യമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചത് കൗതുകമായൊരു കാഴ്ചയായിരുന്നു. തായ് ബാത്തിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോഴുള്ള ഉൾക്കിടിലം ഒഴിച്ചു നിർത്തിയാൽ ചിൽവ മാർക്കറ്റ് ചില്ലാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.